ലേറ്റസ്റ്റ് ആയിട്ട് ഭയങ്കരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ന്യൂസാണ്. ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ചിന്നു പപ്പു എന്ന് പറഞ്ഞ രേഷ്മ ഉണ്ടെങ്കിൽ ആത്മഹത്യ ചെയ്തിരിക്കുന്നുള്ളൊരു ഇഷ്യൂ. ഇതിനെ തുടർന്നുണ്ടെങ്കിൽ അന്വേഷണമൊക്കെ പോയിക്കൊണ്ടേയിരുന്നതാണ്. അതിനെ തുടർന്നപ്പം മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതേ കണക്കുണ്ടെങ്കിൽ ഫാമിലി ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് ഇതേ കണക്ക് ആത്മഹത്യ ചെയ്തെന്നുള്ള രീതിയിലാണ് പോയിക്കൊണ്ടേയിരിക്കുന്നത്. ഇതേ കണക്ക് ഡിവോഴ്സായി 1 മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഈ സംഭവം. ഇത് കണ്ടപ്പോഴത്തേക്ക് ഒരുപാട് പേർക്കുണ്ട് ഡൗട്ട്, ഇത് എന്തുകൊണ്ട് ഇങ്ങനെ പെട്ടെന്ന് എങ്ങനെ ആത്മഹത്യ എന്താ കാരണം എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് പേർക്ക് ഡൗട്ട് വരുന്നുണ്ടായിരുന്നു. ആ സമയത്താണ് ഇതേ കണക്കൊണ്ട് ഒരു ആൺ സുഹൃത്തിൻ്റെ കൂടെ ആയിരുന്നു ഈ രേഷ്മ താമസിച്ചുകൊണ്ടിരുന്നതെന്ന് മനസ്സിലായത്. ഇനി അവനും ആയിട്ടുള്ള പ്രശ്നം കൊണ്ടാണ് ഇതേ കണക്ക് എന്തെങ്കിലും ചെയ്തതെന്നുള്ള ഡൗട്ടും ആൾക്കാർക്കുണ്ട്. ഇങ്ങനെ അന്വേഷിച്ചാൽ എനിക്ക് അറിയാൻ സാധിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതേ കണക്കൊണ്ട് അയൽവാസികൾ പറഞ്ഞത് ഇവർ തമ്മിൽ എപ്പോഴും ഉണ്ടെങ്കിൽ അടിയും വഴക്കും ഒക്കെ. അതിനെ തുടർന്നാണോ ഇതേ കണക്ക് രേഷ്മ ഇതേ കണക്ക് ചെയ്തതെന്ന് അറിയത്തില്ല. എന്തായിരുന്നാലും അതിനെപ്പറ്റിയുള്ള ഒരു അന്വേഷണം ഇപ്പോഴും പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പോൾ നമ്മളെ നാട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ചെറിയ ചെറിയ വഴക്കിനായാലും അല്ലെങ്കിൽ ഇതേ കണക്കുള്ള ഇഷ്യൂവിനായിരുന്നാലും ആത്മഹത്യ ചെയ്യുന്നത് ഭയങ്കരമായിട്ട് കണ്ടുവരുന്നതാണ്. ആൾക്കാർക്കുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് വലിയൊരു സ്ട്രോങ് മെൻറ്റാലിറ്റി ഒന്നുമില്ല, ഭയങ്കര വീക്കായിട്ടാണ് ഇപ്പോൾ ആൾക്കാർ നിൽക്കുന്നത്. ചെറിയ വിഷയത്തിന് പോലും ഉണ്ടെങ്കിൽ ഇതേ കണക്കത്തുള്ള കാര്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കുണ്ടെങ്കിൽ ജീവിക്കാൻ പറ്റത്തില്ല. എല്ലാ കാര്യങ്ങളും തരണം ചെയ്യാനുള്ളൊരു കഴിവ് വേണം, എന്നാൽ മാത്രമേ നമുക്കുണ്ടെങ്കിൽ ജീവിക്കാൻ സാധിക്കൂ. അതല്ലാതെ എടുത്തതിനും അല്ലെങ്കിൽ ചെറിയ പ്രശ്നത്തിന് പോലും ഇങ്ങനെ ചെയ്യുന്നത് അത്ര കറക്റ്റായിട്ടുള്ളൊരു കാര്യമല്ല. ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തോന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുക.